ഒരു ദിവസം എത്ര പെട്ടെന്നാണ് തീർന്നു പോകുന്നത്. ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് വന്ന് ചായയൊക്കെ കുടിച്ച് വെറുതെ സിറ്റ് ഔട്ടിലിരുന്നു. ചേട്ടൻ പത്രമൊക്കെ വായിച്ച് ചായ കുടിച്ചിരുന്നു. ഒപ്പം ഞാനും. തിരക്കേടില്ലാത്തൊരു പ്രഭാതമായിരുന്നു. കാലത്തെ മഴയായിരുന്നെങ്കിൽ ആ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ പ്രാണി എന്നെ തുറച്ചു നോക്കിയിരിക്കുക. എന്താടീന്ന് ചോദിച്ചപ്പോൾ മ്യാവൂന്ന്. ചേട്ടൻ ചായ കൂടി കഴിഞ്ഞ് പൂന്തോട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ചായയുമായിട്ട് ഇറങ്ങിയപ്പോൾ അതാ ടാങ്ക് നിറഞ്ഞ് വെള്ളം പുറത്തേക്ക്. പിന്നെ ഓടിപ്പോയി മോട്ടറൊക്കെ നിർത്തി തിരിച്ചു വന്ന് ചെരുപ്പിടാൻ നോക്കിയപ്പോൾ പ്രാണി അവിടെ കിടക്കുക. വേണമെങ്കിൽ ചെരുപ്പെടുത്തോണ്ട് പോക്കോ, ഞാൻ മാറിത്തരില്ലെന്നൊരു ഭാവവും. പിന്നെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ആ മുറ്റത്തൂടെയൊക്കെ ഒന്ന് നടന്നു. ബാസ്കിമോനെ വെളിയിൽ ഇറക്കി കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. പുറകുവശത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്ത് ഇറങ്ങി വരത്തില്ല. വെറുതെ ഒന്ന് പറ്റിക്കാൻ നോക്കിയതാ. തിരിച്ച് ഓടിക്കയറി ഇങ്ങ് പോന്നു. പിന്നെ മുൻവശത്തേക്കാന്ന് അറിഞ്ഞപ്പോൾ തുള്ളിക്കളിച്ച് കൂടെ പോയി. ഞാൻ അന്നത്തേക്ക് ചോറിന് വേണ്ടി അരിയിട്ട് കുറച്ച് മുട്ട പുഴുങ്ങാൻ വെച്ചു. ആൻസൂട്ടിന് വേദപാഠം ക്ലാസ് ഉണ്ട്. 10ൻ്റെ കുർബാനയ്ക്കാണ് പോകുന്നത്. കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചു. പ്രാണിയുടെ ഒച്ചയൊന്നും കേൾക്കാതായപ്പോൾ നോക്കിയപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കുറച്ച് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ബീഫ് കറി ഇരിക്കുന്നുണ്ട്. കാരണം 8 നോമ്പിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ആൻസൂട്ടും പള്ളിയിലേക്കും പോയി. നമ്മൾ ഷീറ്റ് ഉണങ്ങാനായിട്ട് പോയി. പിന്നെ ചേനയൊക്കെ പറിച്ച് വാഴക്കിലയൊക്കെ വെട്ടി കാച്ചസം ക്ലാസ് കഴിഞ്ഞ് വന്ന് ആൻസൂട്ടിനെ വണ്ടിയിലും എടുത്തിട്ട് വീട്ടിലെത്തി. പച്ചപ്പയർ മെഴുക്ക് പുരട്ടിയും മുട്ട ചിക്കി പൊരിച്ചതൊക്കെ കൂട്ടി ചോറും കഴിച്ച് വൈകിട്ട് ചാച്ചൻ്റെ അടുത്തേക്ക് നെയ്ശ്ശേരിക്ക് പോയി.